ഇതുണ്ടാ നമ്മള് ഇന്ന് കേരത്തല കറി വെക്കാൻ പോണ്. കറി നമ്മൾ ഈ ചട്ടിയാണ് വെക്കാൻ പോണട്ടെ. ഈ ചട്ടിയാണ് വെക്കാൻ പോണത്. കൊളാക്കി നശിപ്പിക്കും. നമ്മള് ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, പിന്നെ സാമഗ്രികൾ, വെളുത്തുള്ളി എവിടെ ഏത് വായിക്കൊണ്ടേ വെളുത്തുള്ളി വെളുത്തുള്ളി ഇന്നത്തുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വേണ്ട, വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉലുവട്ട് കൊടുക്കാം. ഉലുവ പൊട്ടലല്ലോ. കടുക്. ഇത് മിക്കവാറും ഇതാവൂല, എനിക്ക് എഡിറ്റിംഗ് കൊള്ളായി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ലേശം ഉപ്പ്, ഇളക്ക്. ചുവന്നുള്ളിയുടെ പച്ചമണം ശരിക്കും മാറും, നല്ലപോലെ വാടണം കേട്ടോ. ഇതിന്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചതച്ച വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ചതച്ച വെളുത്തുള്ളി ഇതിന്റെ അകത്തേക്ക് ആ കയ്യിലൊന്ന് മാറ്റാവുന്നു വേഗം. ഇത് ഇളക്കടി വേണ്ടാട് ഒന്ന് ചെയ്യാം. നമ്മള് വളരെ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. കറിവേപ്പില, ഇഞ്ചിറി ഇങ്ങോട്ട് ഇഞ്ചി ഇട്ടിട്ട് ഇളക്കഴിഞ്ഞിപ്പോ വേറെ ആളെ കൊണ്ടുവരായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തക്കാളി, ചുവന്നും ഇതൊന്നും എടുത്ത് പിടിച്ചെടി ഒന്ന്, തക്കാളിയും പച്ചമുളകും കറിവേപ്പില നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാ. ഇപ്പൊ തക്കാളിയും പച്ചമുളകും ഇനി ഞാൻ വേഗം ഇടുകയും കൂടി. പച്ചമുളക് ഓക്കെ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇളക്കി പച്ച ടേസ്റ്റ് ഒക്കെ തന്നെ പോണം കേട്ടോ. നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി ഇന്നത്തേക്ക് ഇടാണ്. കുറച്ച് ലേശം മതി. നന്നായിട്ട് ഇളക്കണം. മീൻ മസാല ഇട്ടേക്കാം. മീൻ മസാലയുടെ ആവശ്യമില്ല, മീൻകറിയാണ്. പക്ഷെ എന്നാലും കുറച്ച് നമുക്ക് ഇട്ടേക്കാം. ഓക്കെ. കുറച്ച് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുളിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം റെഡിയാക്കണ്ട കേട്ടോ. നമ്മള് ഈ വെള്ളം ഇതിന്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകണം. മേത്തേക്ക് അടിക്കില്ല കേട്ടാ. ഒഴിക്ക് ആ പുളിയുടെ ചാറട്ടറിയത്